വെൽക്കം സർ. കുഴപ്പമില്ല. സ്വാഗതം സർ. അതെ അതാണോ പറഞ്ഞത്, മനസ്സിലായില്ലേ? അതെ, തുണി എടുക്കുന്നത് എങ്ങനെയാണ്? ലേഡീസിന് ഗ്രൗണ്ട് ഫ്ലോർ, ജെന്റ്സിന് ഫസ്റ്റ് ഫ്ലോർ. ഗ്രൗണ്ടാ? പന്ത് കളി, കബഡി കളി അതൊക്കെ ഓണത്തിനല്ലേ? അയ്യോ അതെ സർ, സ്ത്രീകൾക്ക് അടിയിലും പുരുഷന്മാർക്ക് മുകളിലുമാണ്. സ്ത്രീകൾക്ക് അടിയിലും പുരുഷന്മാർക്ക് മുകളിലുമാണ്. അതല്ലെങ്കിൽ തന്നെയാണ് ഞങ്ങൾ പാവപ്പെട്ട പുരുഷന്മാർക്ക് മേളിൽ പോകണം, സ്റ്റെപ്പ് ചവിട്ടി ചവിട്ടി മേളിൽ പോകണം. പെണ്ണുങ്ങൾക്കെല്ലാം താഴെ ഗ്രൗണ്ട്. ശരി, പായനൊക്കെ പോയി എന്തൊക്കെ വെച്ചത് എടുക്കടി. ഇവിളിങ്ങനെയാവും ചുമ്മാതെ. മുഖമില്ലെങ്കിൽ എന്തോ എന്തൊരു സ്റ്റൈലാണ്. ഒന്നിനും മുഖമില്ല, ഒരു കുറവേ ഉള്ളൂ. എല്ലാം അങ്ങനെ കണ്ടേ ഇവിടെ മേടിച്ചു വെക്കരുത്. പൈസക്ക് അനുസരിച്ച് സാധനം മേടിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇവിടെ സാരി ഇരിക്കല്ലേ? ചേട്ടാ ഇത് കൊള്ളാം. ഇത് കൊള്ളാം ചേട്ടാ. എന്റെ പൊന്നിടാ ഇതും കൊള്ളാം. കൊള്ളാം അടിക്കടിക്ക് വെച്ചാലേ വീട്ടിൽ ഒറ്റ അലമാരേ ഉള്ളൂ. ഇപ്പോഴത്തേക്കാണ് നിന്റെ മോനെ ഡ്രസ്സ് കൊണ്ട് എൻ്റെ ഒരു നിക്കർ പോകാനകത്ത് വെക്കാൻ പറ്റുന്ന സ്ഥലമില്ല. എല്ലാം കുത്തി ചരിക്ക് വെച്ചേക്കുക. ഇനി ഇതെല്ലാം എടുത്ത് വെച്ചാലേ വീട്ടിൽ മൂന്ന് അലമാര ഞാൻ വാങ്ങിട്ടില്ല. മേടിക്കണം. വാങ്ങിച്ചു. അയ്യോ ചേട്ടാ ഇത് നോക്കി നല്ല രസമുണ്ട്. അത് ഓണത്തിന് സദ്യ രസവും സാമ്പാറും പുളിശ്ശേരിയൊക്കെ എഴുതി. നീ വേണ്ട. ഇതിന്റെ റേറ്റ് എത്ര? ഇത് 3000 രൂപയാണ് മേഡം. അയ്യോ ചേട്ടാ 3000 രൂപ എടുക്കട്ടെ. 3000 രൂപ? അപ്പൊ 2000 അതിന്റെ 600 രൂപ. നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? സാരി എടുക്കാൻ എനിക്ക് വന്നു. 50 മേലെ വരാം. ചെല്ല് എന്തോ ഈ 500, 350 ആ നിലവാരത്തിലുള്ള സാരി ഉണ്ട്. ഇവിടെ എല്ലാ എടുത്തിട്ടോ 3000 രൂപയുടെ സാരിയും സാരാണ് ഇരിക്കുന്നത്. 350. ഓക്കെ, 500, 350, പിന്നെ ബാക്കി 150 രൂപ. അത് മോനിൽ ചെയ്ത്. അപ്പൊ ഓക്കെ, ഇത് കൊള്ളാം. ഇത് മതി. കൊള്ളാമോ? നല്ലത്. എന്റെ ചേർത്ത് ചേട്ടാ ഇതും കൂടി എടുത്തോട്ടെ. 500 ഞാൻ തരാം. അത് തന്നെ എടുക്കും. അപ്പൊ ടോട്ടൽ 1000 രൂപയ്ക്ക് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നാം സമ്മാനം ഒരു കൂപ്പൺ ഉണ്ട്. സമ്മാനം കാറാണ്. അതാണ് വെളിയിൽ കിടക്കുന്നത്. അപ്പൊ 1000 രൂപയ്ക്ക് ഒരു കാറ് വലിയ നഷ്ടമില്ല. എടുക്കാം. ഓക്കെ, ഇത് രണ്ടും ആരെന്നെ എടുത്തോ. നീ പൈസ കൊടുക്കുക 500. എനിക്കിരുന്നത് നീ എടുക്കുന്നതിന് 500 ഒതുക്കി വെച്ചിരുന്ന പൈസ ഇനി ഞാൻ അവിടെ പോയി ഒപ്പിക്കും. നടക്കട്ടെ, നിന്റെ ഓണാഘോഷം നടക്കട്ടെ. അപ്പൊ എത്തിൽ ഓക്കെ. അത് അവിടെ അടിച്ച് പൊളിക്കുമല്ലോ നീ ഓണം. 350 രൂപ സാരി 2. എല്ലാം കൂടി നീ താങ്ങൂടി. അതിന്റെ കയ്യിലൂടെ പോലും എന്തുമേന്റെ സാധനമൊക്കെ മേടിച്ച് കൂട്ടിയേക്കുന്ന നമ്മളെ ബമ്പർ ഓഫർ ഒരു ഓണത്തിന്റെ ഒരു ഓഫറുണ്ട്. ഒന്ന് പൂരിപ്പിച്ചിട്ട് പ്രാവശ്യത്തെ ഞങ്ങളെ കാറിന്റെ സമ്മാനം താങ്കൾക്ക് തന്നെയാണ്. താങ്കൾ വാങ്ങിയവൻ തന്നെയാണ്. ശരി, ഇനി അറിയത് താങ്കൾക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും ഉറപ്പാണ്. ഉറപ്പ്. ഇത് എന്നെ ഇത് തിരുവോണമാണ് അന്ന് തന്നെ. അങ്ങനെ ശരി, നമുക്ക് ഇങ്ങോട്ട് തിരിയാം. തീർച്ചയായിട്ടും ഇങ്ങോട്ട് നിൽക്കില്ലേ? ശരി. അപ്പൊ കാർ ഓക്കെ, താങ്കൾക്ക് തന്നെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത് തന്നെ പണി ഇങ്ങനെ നേരം എടുത്ത് പോയി നമ്മ ഈ ഒറ്റ നില തന്നെ ആണോ? ഓട്ടെ, വെറുതെ പറഞ്ഞു. ഇത് തന്നെ തുറക്കും അടയും. അതിനൊരാൾ വേണ്ട. അപ്പൊ ആ കാര്യവും ലാഭം. നടക്കടി അങ്ങോട്ട് വാഴയോട് അതിടയ്ക്ക് നമ്മളെ കാറ്. നമ്മളുള്ള കാറുകൾ പിന്നെന്തോ
ഒരു കാര്യം സമ്മതിക്കരുത്. തിരുവോണം എന്തോ തിരുവോണം, പരിപ്പ് സാമ്പാർ തന്നെ. ഇച്ചിരി ഇറച്ചിയോ ചിക്കനോ തിരുവോണമെങ്കിൽ നമ്മൾ ഷാപ്പിൽ തന്നെ പോകുന്നു. എങ്ങനെ അച്ചാപ്പോ തിരുവോണം കഴിച്ചു? അത് സമ്മാനക്കൂപ്പുണ്ട്, നറുക്കെടുപ്പ് കഴിയാനായി. ആ പുതിയ കാർ എടുക്കണ്ടേ? വെയിറ്റ് ചെയ്യൂ, അവർ വിളിക്കും. നമുക്കല്ലേ കാറ്, പിന്നെന്താ നീ ഇത്ര പേടിക്കാൻ? അച്ഛാ നമുക്ക് പുതിയ കാർ കിട്ടുമ്പേ ആദ്യം കൊടൈക്കനാലിൽ പോകാം. വേണ്ട, നമുക്ക് കന്യാകുമാരി പോവാം. അതാകുമ്പോൾ സൂര്യോദയം ഇങ്ങനെ നേരിട്ട് കാണാമല്ലോ. അയ്യടാ, സൂര്യോദയം കാണാനേ ഈ വാടി കടപ്പുറത്ത് പോയാലും മതി. ചേട്ടാ, പുതിയ കാർ കടിയോ നമുക്ക് കൊടൈക്കനാൽ തന്നെ പോവാം. കന്യാകുമാരിയിൽ പോയപ്പോൾ ഇവിടെ അവിടെ പോയി കാണുമ്പോഴാണ് സൂര്യോദയത്തിന്റെ ഒരു ഭംഗി കൂടുന്നത്, മനസ്സിലായില്ലേ? വേണ്ട, പുതിയ കാറിന് നമുക്ക് കൊടൈക്കനാൽ തന്നെ ആദ്യം പോകാം. ആ എന്നാ പിന്നെ കൊടൈക്കനാലെങ്കിൽ കൊടൈക്കനാൽ. ആ പിന്നൊരു കാര്യം, കുടിച്ചിട്ട് വണ്ടി ഓടിക്കരുത്. അതെന്ത്? ആ കുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. എന്നെ വേറെ ആരും ഞാനില്ലേ ഓടിക്കണ്ട വണ്ടി? എന്നിട്ട് ചേട്ടൻ ഓടിക്കും. ഏത് ചേട്ടൻ? നമ്മളോ? അവനെ പരിസരത്ത് ഞാൻ കരുതില്ല. എന്റെ കാറ് അവനെ തൊടിക്കത്തില്ലല്ലോ ഞാൻ. അവൻ വണ്ടി ഓടിക്കാൻ പറ്റുമോ? നിനക്ക് നിന്റെ ഏറ്റവും ഓടിച്ചാൽ മതി. സമ്മതിക്കഴിഞ്ഞ അവനെ ഞാൻ എന്റെ പരിസരത്ത് അവനെ ഞാൻ കരുതത്തില്ല. പിന്നെന്റെ അവൻ കാറ് ഓടിക്കുന്നത്, എന്റെ പുതിയ കാറിൽ ചീത്തയൊക്കെ അവൻ കയറിയാലേ അഴുക്കാണ്. അച്ഛാ കൊടൈക്കനാൽ കൊടൈക്കനാൽ വണ്ടി ഓടിക്കുന്ന കാര്യം സംസാരിച്ചിരിക്കുമ്പോഴാണോ നീ അത് സംസാരിക്കും? അച്ഛൻ ബൈക്ക് ഓട്ടൊരു സൈക്കിൾ പോലും ഓട്ടിക്കുന്നത് ഞാൻ കണ്ടിട്ട്. അത് നീ കാണാത്ത എന്റെ കുഴപ്പമാണ്. ഞങ്ങള് കണ്ടതാ, മാമന്റെ പുതിയ വണ്ടി അച്ഛൻ എടുത്തോണ്ട് പോയി അതിലെ കൊണ്ടിടിച്ച് നശിച്ചു. അത് സത്യമോ? ഞാൻ ചെയ്തില്ലെന്ന് പറയുന്നില്ലല്ലോ. മാമൻ പുതിയ ബൈക്കാന്നോ എടുത്തത്? ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി എടുത്ത് അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് ഞാൻ കൈ കാണിച്ചിട്ട് പറഞ്ഞു, മാമ ഇനി ഞാൻ ഓടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിലോട്ട് മറ്റു ഞാൻ വണ്ടിക്കറിഞ്ഞു. അതേ പുതിയ വണ്ടിയിലെടുത്ത് ഷോറൂമിൽ നിന്ന് ഞാൻ ഇറക്കിക്കൊണ്ടു. എനിക്കറിയാമോ അതിന്റെ ബ്രേക്കും ക്ലച്ചും ഗിയറും ഒക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, അളിയ ഇതിന്റെ ഗിയർ എവിടാ? അന്നേരം പറയാം പതുക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു, അളിയ ഇതിന്റെ ക്ലച്ച് എവിടാ? അപ്പൊ പറയാ പതുക്കപ്പൂ. ഞാൻ ചോദിച്ചു ഇതിന്റെ ബ്രേക്ക് എവിടാ? അപ്പൊ പറയാ പതുക്കപ്പൂ. കൊണ്ടിടിച്ച് ആ സമയത്ത് എന്നാ ഈ ബ്രേക്ക് എവിടാന്ന് പറഞ്ഞു തരണ്ടേ? ഇതാണ് ബ്രേക്ക്, ഇവിടെ ചവിട്ട് എന്ന് പറഞ്ഞാൽ ഈ അപകടം നടക്കൂ. അപ്പൊ ആളുടെ കുഴപ്പമോ എന്റെ കുഴപ്പമാണ്? ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് വണ്ടി ചേട്ടൻ തന്നെ ഓടിച്ചാൽ മതി. നിനക്ക് ചേട്ടനെ ഓടിച്ചാലോ നീ കേറത്തുള്ളോടി? അതെ കേറ്റാവനെ. അവനെ എന്റെ വസ്തുവിൽ ഞാൻ കേട്ടതില്ല. തിരുവോണമായാലും ക്രിസ്മസ് ആയാലും എന്താ കേട്ടാല് വേറെ പ്രശ്നങ്ങളാണല്ലോ. ഇനി ഞാൻ അത്യാവശ്യം ഒരു കാര്യത്തിന് പോയിട്ട് എന്റെ സുഹൃത്തുക്കൾ ആപത്തിൽ നിൽക്കുകയാണ്. അവർക്ക് ഞാൻ ചെന്നെങ്കിൽ അവര് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ബൈക്കകത്ത് റോഡിൽ നിൽക്കുക. പല ബൈക്കുകളും വന്ന് ഞാൻ കൈ കാണിച്ച് ഞാൻ കുഴഞ്ഞ് അവസാനം നോക്കിയപ്പം നിന്റെ ആങ്ങള, നിന്റെ അണ്ണൻ, എന്റെ അളിയൻ ബൈക്കിൽ വരുന്നു. ഞാൻ വിചാരിച്ച് അവൻ നിർത്തുന്നു. എന്നെ കണ്ട് ഞാൻ കൈ കാണിച്ച് സത്യം സൂക്ഷിച്ച് നിർത്തി. പിന്നെന്താ വേണം? പക്ഷെ എന്നെ കയറ്റിയില്ല. നോക്കി പുച്ഛിച്ചിട്ട് ഒറ്റ വിളിയുണ്ട്. ഞാൻ ടെൻഷൻ നിൽക്കുക. ഞാൻ ചെല്ലാതെ അവളുടെ കാര്യങ്ങൾ നടക്കത്തില്ല, മനസ്സിലായോ? ആരുടെ കളിയും കാര്യം പറഞ്ഞ് ഞാൻ ആകെ ടെൻഷൻ നിൽക്കുകയായിരുന്നു. ആരെയാ കാത്തു നിന്നത്? സോമൻ, ബവേജ്, സുരേഷ്, അറിയോ? ഇവർ 3 പേരും അമ്മ കാത്തു നിന്നത്. എങ്ങനെയാ ഇവരെ അടയ്ക്കാറായപ്പോ ഞാൻ ചെന്ന സാധനം എടുക്കണ്ടേ? എന്നെ ചേർന്ന് സാധനം എടുക്കാൻ പറ്റും. അതുകൊണ്ട് അത്യാവശ്യം നിന്നു. അപ്പൊ അവരെ ഒട്ടിക്കാൻ വേണ്ടി അത്യാവശ്യമായിട്ട് കാത്തുന്നത്. അതുകൊണ്ടാണ് ചേട്ടൻ നിർത്താതെ പോയത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ വണ്ടി ചേട്ടൻ തന്നെ ഓടിച്ചാൽ മതി. അവൻ ഓടിക്കും. അതെനിക്കൊന്ന് കാണണം. കാണാനൊന്നുമില്ല. കാണിക്കാം. പിന്നെ നീ മിണ്ടാരി പിന്നെ അങ്ങ് അടന്ന് നീ മിണ്ടാരിക്കല പറഞ്ഞേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വണ്ടി ഓടിക്കുന്നെങ്കിൽ ചേട്ടൻ തന്നെ എന്റെ ഭാര്യ ഞാൻ തല്ലു, നിന്റെ ഭാര്യ നിന്നെ തല്ലു. ഞാൻ വന്നിട്ട് ചോദിക്കാൻ. ഇനി നീ ഇങ്ങനെ ഇങ്ങോട്ട് വന്നത് അനാവശ്യം പറയുന്നത്. നീ എന്തോ അനാവശ്യം? ഞാൻ എന്റെ ഭർത്താവിനെ തല്ലുവന്നോ? പിന്നെ ഞങ്ങൾ കാണുന്നതല്ലേ. എത്ര നേരം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ തിന്നെ പോയിരുന്നത് കരയുന്ന അടി കൊണ്ടുവന്നു. നീ കൂടുതലൊന്നും പറയണ്ട കേട്ടാ. എന്താ പറയുന്ന? നീ അവളെ തല്ലിയാണ്ടല്ലേ? എടാ അത്ര തരുന്ന കാണുന്നില്ലേടാ നീ? കാണാൻ എന്തോ ഇരിക്കുന്നു. ഇത് തന്നെയല്ലേ സ്ഥിരം പണി. എന്റെ പാവത്തേക്ക് ചവിട്ടി താക്കല്ലേ. വാമനൻ എന്ന് അറിഞ്ഞില്ല. വാമനന്റെ സ്വഭാവം മഹാബലിയുടെ ശരീരവും.
ഇവിടെ എന്നെ തല്ലിക്കൊണ്ട് എന്നെ കണ്ടുകൊള്ളാണോ എടാ നല്ലൊരു ഓണമായിട്ട് എന്തുകൂടെ അവിടെ അത് വീട്ടിൽ കിടന്ന് കാണിക്കുന്നേ നിങ്ങളെ കാരണം വലിയ ശല്യമായിരുന്നു പരിസരവാസികൾക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത നാളെ മോനിക്ക് വീട്ടിൽ വന്ന് ഞങ്ങൾ ആരാട്ടുമായിട്ട് വിളിച്ചാരാം ഉറങ്ങാൻ എന്റെ ബഹളം നല്ലൊരു ഓണമായിട്ട് കിടന്ന് ഉറങ്ങണ്ടല്ലോ നീ ഇവിടുന്ന് ബഹളകാലം വന്നാ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പരാതി വരും നിന്റെ കൊണ്ട് കമ്പനി വരാനായിട്ടിരിക്കുക. ആക്ച്വലി ഇവിടെ എന്തുവാ പ്രശ്നം? ആഴ്ചയിൽ എന്തോ പ്രശ്നം ഇവിടെ എന്തോ പ്രശ്നം പക്ഷേ ഞാൻ പറയാം എന്റെ പുതിയ നേരവില് ഞാനും എന്റെ ഫാമിലിയും കൂടി ഞങ്ങൾ കൊടൈക്കനാലിൽ പോയതിന് എവനും തന്നെ എന്നെ ക്ഷണിച്ച നിനക്കൊരു ബൈക്ക് പോലും ഇല്ലല്ലോ ആര് പറഞ്ഞു എന്റെ കാലം പൂജ കിടക്കുന്നു പൂജയില്ല ബമ്പറടിച്ച എനിക്കത് അടിച്ചേക്കുന്നത് എനിക്ക് അടിക്കുമ്പോൾ തന്നെ അവർ അറപ്പായിരുന്നു വിട്ടേക്കുന്നതാണ് ആ പൂജ ബമ്പറടിച്ച് എവനാണ് അടിച്ചത് എവനാ ഇല്ല എനിക്കാ നമ്പർ അടിച്ചത് ആ കാറാ കിടക്കുന്നത്. പണി പാളി നല്ലൊരു നാളുമായിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ നിങ്ങളെ കൂടെ വിളിച്ചോണ്ട് പോകാനാ വന്നത്. വാലയാ നമുക്ക് പോയി ഈ ഓണം ഒന്ന് അടിച്ചു പൊളിക്കാം. എന്റെ പൊന്നെ അളയന്മാരെ നിങ്ങളെ വിഷമമൊക്കെ കളഞ്ഞിട്ട് വാ അടിച്ചു വിളിക്കാം ഓണമല്ലേ വാ